നമസ്കാരം. പ്രോട്ടീനുകളുടെയും വൈറ്റമിനുകളുടെയും ഒക്കെ മികച്ച സ്രോതസ്സായ മുട്ടയിൽ 78 കലോറി അടങ്ങിയിട്ടുണ്ട്. വളരെ പോഷകഗുണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പതിവായി മുട്ട കഴിക്കുന്നത് കൊളസ്ട്രോൾ കൂടുമോ, ഹൃദ്രോഗം വരുമോ എന്ന സംശയം പലർക്കുമുണ്ട്. എന്നാൽ ഇനി ഈ ആശങ്കകളൊന്നുമില്ലാതെ തന്നെ മുട്ട കഴിക്കാം. മുട്ട കഴിക്കുന്ന ഒരു വ്യക്തിയുടെ കൊളസ്ട്രോളിൻ്റെ അളവിനെ നേരിട്ട് ബാധിക്കില്ല എന്നാണ് സമീപകാല പഠനങ്ങൾ പറയുന്നത്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഉയരുന്നത് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. എന്നിരുന്നാലും മിക്കവരിലും ഭക്ഷണത്തിലെ കൊളസ്ട്രോൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗം കൊളസ്ട്രോളും കരളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ഭക്ഷണത്തിലെ പൂരിത കൊഴുപ്പ്, ട്രാൻസ് ഫാറ്റ് ഒക്കെയാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ കരളിനെ പ്രാഥമികമായി ഉത്തേജിപ്പിക്കുന്നത്. 1.5 ഗ്രാം പൂരിത കൊഴുപ്പ് മാത്രമാണ് ഒരു വലിയ മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത്. അതിനാൽ ഹൃദ്രോഗ സാധ്യതയ്ക്ക് മുട്ടയിലെ കൊഴുപ്പിന് വലിയ പങ്കൊന്നുമില്ല. കൂടാതെ ദിവസവും ഒരു മുട്ട കഴിക്കുന്നവരിൽ ഹൃദയാഘാതം, പക്ഷാഘാതം, മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുടെ നിരക്ക് ഉയർന്നതായിട്ട് ഈ പഠനങ്ങളിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. മുട്ട സ്ഥിരമായി കഴിക്കുന്നവർ താറാമുട്ടയോ കാടമുട്ടയോ കഴിക്കുന്നത് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും. എങ്കിലും ചില രോഗങ്ങളുടെ ഭാഗമായോ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായോ മുട്ട ഒഴിവാക്കാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം മുട്ട കഴിക്കുക. ഇനി നമുക്ക് മുട്ടയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മുൻപ് പറഞ്ഞല്ലോ, ഏറ്റവും മികച്ച ഒരു സമീകൃത ആഹാരങ്ങളിൽ ഒന്നാണ് മുട്ടയെന്ന്. അതുകൊണ്ട് തന്നെ ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഈ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു മുട്ടയും 2 ഹോൾ ഗ്രെയിൻ ബ്രെഡും അല്ലെങ്കിൽ 1 ഗ്ലാസ് ഓറഞ്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രൂട്ട് ജ്യൂസൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. മുട്ടയുടെ മഞ്ഞക്കരുവിലുള്ള ഇരുമ്പിൻ്റെ അംശം എളുപ്പം ആഗിരണം ചെയ്യപ്പെടും. ഇതുവഴി ഹീമോഗ്ലോബിൻ കൂടുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, മുഴുധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികളൊക്കെ മുട്ടയുമായി ചേർത്ത് കഴിക്കുമ്പോൾ ഇതൊരു സമ്പൂർണ്ണ ഭക്ഷണമൊക്കെ ആയിട്ട് മാറും. കൂടാതെ ബ്രെയിനിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാനും മുട്ട സഹായിക്കുന്നു. അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെയും നവജാത ശിശുവിൻ്റെയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വയസ്സായവർക്ക് പോലും ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന പോഷകമാണ് കോളിൻ. ഇവ നമുക്ക് നൽകുന്ന മികച്ച ഭക്ഷണ സ്രോതസ്സാണ് മുട്ട. അതുകൊണ്ട് തന്നെ ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും മുട്ട കഴിക്കുന്നത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നു.